Hello everyone, this is Basil. Welcome to I Plus Training Solutions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവോൾട്ട് ഓഫ് 1857മായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിനേഷൻ്റെ കോർ ടോപ്പിക് ആയിട്ടുള്ള ലീഡേഴ്സും അവരുടെ സെൻറ്റേഴ്സുമാണ്. അതായത് റിവോൾട്ട് ഓഫ് 1857 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല എന്ന് പറയുന്നത് ലീഡേഴ്സാണ്. റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നു. അതാരാണ് വിളിച്ചത്, എന്തായിരുന്നു അതിൻ്റെ കാരണം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, അതായത് ഈ ലീഡേഴ്സിന്റെ പ്രശ്നം എന്താണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ സാഫറാണ്, ജനറൽ ഭക്ത് ഖാനാണ്, കാൺപൂരിൽ നാനാ സാഹിബാണ്, ആൻഡ് ഝാൻസിയിൽ താന്തിയ തോപ്പിയാണ്. ഈ താന്തിയ തോപ്പി തന്നെ കാൺപൂരിലും കാണാം. ഇങ്ങനെ കാണുമ്പം നമ്മുടെ പ്രശ്നം എന്താ? എക്സാം ഹോളിൽ ചെന്നിട്ട് ഇഫ് ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പം ഓപ്ഷൻസ് ആയിട്ട് തരുന്നത് ഈ പറയുന്ന ആൾക്കാരെ എല്ലാവർക്കും ഓപ്ഷൻസ് ആയിട്ടും തരുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വിഷയം ഇതായിരുന്നോ അതായിരുന്നു എന്ന് എക്സാം ഹോളിൽ ഇരുന്ന് നമ്മൾ മറന്നുപോകും. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ what do you want to do is you want to study the leaders in visualization method. വിഷ്വലൈസേഷൻ മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യം മൈൻഡിൽ വിഷ്വൽ ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷ്വലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും റീൽ കാണാനായിരിക്കും ഇപ്പോൾ ഇഷ്ടം. ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നേക്കാൾ വളരെ സുന്ദരമായിരിക്കും റീൽ കാണുക എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് ലൈഫിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ഉള്ള, കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള, മൈൻഡിൽ വിഷ്വൽ ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെ ആയിരിക്കും എപ്പോഴും മനുഷ്യരുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം. പഠിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്ന കാര്യം നമ്മൾ വിഷ്വൽ ചെയ്യും. അതിനു വേണ്ടിയാണ് ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടന്മാരെയും വിഷ്വലും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ പ്രത്യേകത? നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ മൈൻഡിൽ പിക്ചർ മാപ്പിംഗ് എന്ന് പറയുന്ന പാറ്റേണാണ്. എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർ പറഞ്ഞു തരും, ഞങ്ങൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിക്ചർ മാപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. എന്താണ് ഈ പിക്ചർ മാപ്പിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ മൈൻഡിൽ പിക്ചറൈസ് ചെയ്ത് വെച്ചാണ് പഠിക്കുന്നത്. അതായത് എക്സാം ഹോളിൽ വെച്ച് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ഈ പിക്ചർ പാറ്റേൺ ആയിരിക്കും. തന്നിരിക്കുന്ന പിക്ചേഴ്സ് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണുന്നത്. സോ പിക്ചർ പാറ്റേൺസിൻ്റെ പ്രത്യേകത, പിക്ചറൈസേഷൻ മെത്തേഡ് കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ള വെച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നേതാക്കന്മാരെ പരിചയപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് അവർ പിക്ചറുമായി കണക്റ്റഡ് ആകുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ റിവോൾട്ട് ഓഫ് 1857 ലീഡേഴ്സ് ആൻഡ് സെന്റേഴ്സ്. ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ ഭരണാധികാരി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ, ഹിസ് അതർവൈസ് നോൺ ആസ് ബഹദൂർ ഷാ സാഫർ. ബഹദൂർ ഷാ സാഫർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. സിംബോളിക് ലീഡറാണ്, ഒരു പ്രതീകം, പ്രായം ചെന്ന വ്യക്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ജനറൽ ഭക്ത് ഖാൻ മിലിറ്ററി കമാൻഡറാണ്. ആര്? ഈ ബഹദൂർ ഷായുടെ മിലിറ്ററി കമാൻഡർ തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ ചില ഓപ്ഷൻസിൽ ഡൽഹി എന്ന് പറഞ്ഞിട്ട് ജനറൽ ഭക്ത് ഖാന്റെ പേര് കാണും, ചില ഓപ്ഷൻസിൽ ബഹദൂർ ഷാ സാഫറാണ് കാണുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ പഠിച്ചു വെക്കണ്ടേ. ഇപ്പോൾ ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ഇവർ രണ്ടുപേരുമായിരുന്നു. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബ് താന്തിയ തോപ്പിയും, ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. ഇനി ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലും ആഗ്രയിലും അവധിലും വിപ്ലവം നയിച്ച വ്യക്തിയാണ്. ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിൽ വിപ്ലവം നയിച്ച വ്യക്തിയാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയായിരുന്നു വിപ്ലവം നയിച്ചത്. ബീഹാറിൽ കുൻവർ സിംഗ് ആയിരുന്നു വിപ്ലവം നയിച്ചത്. ഇദ്ദേഹം തന്നെ ഈ പറയുന്ന ജഗദീഷ്പൂരിൽ വിപ്ലവം നയിക്കുന്നുണ്ട് കുൻവർ സിംഗും, അദ്ദേഹത്തിന്റെ സഹോദരനായ അമർ സിംഗും. ഇനി മീററ്റില് കേദം സിംഗ് ആണ് വിപ്ലവം നയിച്ചതെങ്കിൽ ദേവി സിംഗ് ആണ് മധുരയിൽ വിപ്ലവം നയിച്ചത്. ഗ്വാളിയാറിൽ താന്തിയ തോപ്പിയും, ഝാൻസിയിൽ വിപ്ലവം നയിച്ച റാണി ലക്ഷ്മിബായും അവിടെ വിപ്ലവം നയിച്ചിട്ടുണ്ട്. ആസാമിൽ വിപ്ലവം നയിച്ചത് മണിറാം പുട്ടിനാണ് അവിടെ വിപ്ലവം നയിച്ചത്. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രധാനപ്പെട്ട പാറ്റേണുകൾ പഠിക്കേണ്ടത്. എങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം. വിഷ്വലൈസേഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ ഈ സാധനങ്ങൾ ഓർത്തിരിക്കാം എന്നുള്ളത്. അപ്പം നമുക്ക് കഥകളിലേക്ക് വരാം. നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ഉത്തർപ്രദേശിലാണ്. കാരണം എന്താ? ഉത്തർപ്രദേശിൽ കഥ നടക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിലായിരുന്നു ഈ വിപ്ലവം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലേക്കൊന്നും പോകാതെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. എവിടെയെങ്കിലും കഥ നടക്കുന്നത് അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ. ഒരു കൊച്ചു വെളുപ്പാങ്കാലം, ഒരു കൊച്ചു നിങ്ങളുടെ വീട്ടിലെ ഒരു കൊച്ചിനെ ഓർത്താൽ മതി. ഒരു കൊച്ചു ബാല, ഒരു ബാലനാണ് എന്ന് ഓർത്താൽ മതി. ബാലൻ
സിനിമാ നടൻ ബാലനെ ഓർത്താലും മതി. സിനിമാ നടൻ ബാല എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് റോങ് എന്നൊക്കെ പറഞ്ഞ ബാലയുടെ ചെറുപ്പകാലമായിരുന്നു. ബാല ഒരു ബാലനായിരുന്നു എന്ന് ഓർത്താൽ മതി. നമ്മുടെ ബാല ഒരു ബാലനായിരുന്നു. ഓക്കെ, ബാല ഒരു ബാലനായിരുന്നു. ബാലൻ ബഹുദൂരം യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വീട് വിട്ടിറങ്ങി ബഹുദൂരം യാത്ര ചെയ്യാൻ വേണ്ടി ബാല തീരുമാനിച്ചു. അങ്ങനെ ബാല ബഹുദൂരം യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോയെ വിളിച്ച് ബഹുദൂരം യാത്ര ചെയ്യാൻ വേണ്ടി ബാല പോവുക. ബഹുദൂരം യാത്ര ചെയ്യാനായിട്ട് ബാല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ബാലയുടെ മുമ്പിൽ ഒരു റാലി വന്നു. ബാലയുടെ മുമ്പിൽ ഒരു റാലി വന്നു. കവിത പോലെ പഠിച്ചാൽ മതിയോ? വേണ്ട, ബാലയുടെ മുമ്പിൽ ഒരു റാലി വന്നു. ഹോട്ടലാണ് വന്നത്. അപ്പൊ ബാല പറഞ്ഞു, അയ്യോ ഇതെന്താ പരിപാടി? ഓട്ടോ ചേട്ടാ എനിക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. ഇത് ആ റാലി വന്ന് നിൽക്കുന്നു. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഓട്ടോക്കാരൻ, ഇയാളാണ് നമ്മുടെ ഓട്ടോക്കാരൻ. ഒന്നുമില്ല, തലയിൽ തൊപ്പി വെച്ച് നിങ്ങൾ അപ്പുറത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ഒരു മൗലവിയെ ഓർത്താൽ മതി. ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ തലയിൽ തൊപ്പി വെച്ച പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ഒരു മൗലവിയാണ് നമ്മുടെ ഓട്ടോക്കാരൻ എന്ന് ഓർത്താൽ മതി. ഓട്ടോ ഓടിക്കുന്ന വളരെ സത്യസന്ധനായ, വളരെ നല്ല മനുഷ്യനായ, തലയിൽ തൊപ്പിയൊക്കെ വെച്ച് പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ പോകുന്ന ഒരു മൗലവി വളരെ സമാധാനത്തോടു കൂടി ബാലയോട് പറഞ്ഞു, ബാല, നിനക്ക് ബഹുദൂരം യാത്ര ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു റാലിയുണ്ട്. അതുകൊണ്ട് നിനക്ക് ബഹുദൂരം ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ബാല പറഞ്ഞു, എനിക്ക് ബഹുദൂരം യാത്ര ചെയ്യാൻ സാധിക്കൂ, റാലിയൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പം ഫൈസൽ മൗലവി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം, അപ്പോഴേക്കും ഈ റാലി അവിടെ നിന്ന് പോകുമായിരിക്കുമെന്ന്. അങ്ങനെ ഫൈസൽ മൗലവി പരിചയപ്പെട്ടു. എൻ്റെ പേര് ഫൈസൽ മൗലവി, അപ്പുറത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നത് ഞാനാണ്, മൗലവിയാണ് ഞാൻ, എൻ്റെ പേര് ഫൈസൽ മൗലവി. ബാല പറഞ്ഞു, എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെയും പേര് ഫൈസൽ എന്നാണ്. ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കൂടെ പഠിച്ചിരിക്കുന്ന, നിങ്ങളുടെ കൂടെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പഠിച്ച ഒരു പയ്യൻ്റെ പേരായിരിക്കുമല്ലോ ഫൈസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പള്ളിയും നിസ്കരിക്കാൻ പോകുന്ന മൗലവി നിങ്ങൾ എന്തായാലും മറക്കില്ലല്ലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എനിക്ക് സാധനം കിട്ടണം. ഫൈസൽ മൗലവി എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. ബാല പറഞ്ഞു, എൻ്റെ പേര് ബാല എന്നാണ്. അപ്പൊ എൻ്റെ പേര് ബാലയാണ്, നിങ്ങളുടെ പേര് ഫൈസൽ മൗലവിയാണ്. രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടു. ചിരിച്ച് കളിയൊക്കെ പറഞ്ഞ് തമാശ അയാൾ വെച്ചു, എവിടെ പോവാ ബാല, നിങ്ങൾ എവിടെ പോകും? ഞാൻ ബഹുദൂരം എനിക്ക് പോകാനുണ്ട്, പക്ഷേ ഈ റാലി കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഫൈസൽ മൗലവിയെ സമാധാനിപ്പിച്ചു, നീ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പം പോവും എന്ന് പറഞ്ഞു. അപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞു, ദാണ്ട നമ്മുടെ ജഗദീഷ്, സിനിമാ നടൻ ജഗദീഷിനെ നീ കണ്ടോ എന്നുള്ളത്. സിനിമാ നടൻ ജഗദീഷിനെ എല്ലാവർക്കും അറിയാം. ദാണ്ട നമ്മുടെ ജഗദീഷ് എന്ന്. ദാണ്ട നമ്മുടെ ജഗദീഷ് എവിടാ? ഒരു ബേക്കറിയിൽ ഇരുന്ന് മുട്ട പപ്സ് കഴിക്കുക. ആര്? ജഗദീഷ്. മുട്ട പപ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് ബേക്കറി ഇരുന്നിട്ട് ബാലയെ നോക്കിയിട്ട് ഒന്ന് കണ്ണിറക്കി. ബാലയെ നോക്കി എന്ത് ചെയ്ത്? കണ്ണിറക്കി ആണല്ലോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, ബാലയെ നോക്കിയിട്ട് ജഗദീഷ് എന്തുവാ ചെയ്തതെന്ന്. അന്നേരം എന്നോട് സൈറ്റ് അടിച്ചൊന്നും പറയരുത്. എന്ത് പറയണം? കണ്ണിറക്കി എന്ന് തന്നെ പറയണം. ഈ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. കഥകൾ ഒരിക്കലും നിങ്ങൾ മാറ്റാൻ പോകരുത്. അതായത് കഥയ്ക്കകത്ത ഷോർട്ട് കട്ടിൽ പ്രത്യേകിച്ച് നമുക്കൊരു സാധനത്തിന് ആൻസർ കണ്ടിട്ടായിരിക്കും നമ്മൾ സാധനം ചെയ്യുന്നത്. നിങ്ങൾ കണ്ണിറുക്കുന്നതിന് വരെ സൈറ്റ് അടിച്ചു എന്നാ പറഞ്ഞെങ്കിൽ എക്സാം ഹോളിൽ ചെന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ ദൈവം തമ്പുരാനെ സൈറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. സോ വെനവർ യു വിഷ്വലൈസ് യു ഹാവ് ടു വിഷ്വൽ ലൈക്ക് ദിസ്. സോ ജഗദീഷ് നമ്മളെ നോക്കി കണ്ണിറക്കി. ആൻഡ് അപ്പോഴേക്കും നമ്മുടെ ഭാഗ്യത്തിന് എന്ത് ചെയ്തു? റാലിയൊക്കെ പോയി. ബഹുദൂരം യാത്ര ചെയ്യാൻ തുടങ്ങി. ആരൊക്കെയാ യാത്ര ചെയ്യാൻ തുടങ്ങിയ? വേഗം എന്നോട് പറ, ആരൊക്കെയാ യാത്ര ചെയ്യാൻ തുടങ്ങിയേ? ആ ഫൈസൽ മൗലവിയും ബാലയും കൂടി യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. ബാലനാണേ ഇപ്പോഴാണ് വലിയ ആളൊക്കെ, ബാലയുടെ ചെറിയ പ്രായം പറയാൻ. അപ്പൊ അവിടെ ഒരു ജനറൽ സ്റ്റോർ കണ്ടു. ഒന്നുമില്ല, അവിടെ റേഷൻ കടയാണ് ഈ ജനറൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഒരു ജനറൽ സ്റ്റോർ കണ്ടു. ബാല പറഞ്ഞു, വണ്ടി നിർത്ത്. ജനറൽ സ്റ്റോർ എത്തി, വണ്ടി നിർത്താൻ പറഞ്ഞു. ഫൈസൽ മൗലവി പറഞ്ഞു, വണ്ടി നിർത്താൻ. ഓക്കെ, ശരി, ഡൺ. നിർത്തി. ബാല പറഞ്ഞു, എനിക്കൊരു വീഡിയോ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു വീഡിയോ വാങ്ങിച്ചു തരുമോ നിങ്ങൾ എന്ന് ചോദിച്ചു. ഫൈസൽ മൗലവി പറഞ്ഞു, ഇത് എവിടുത്തെ പരിപാടിയാ? ഞാൻ വീഡിയോ ഒന്നും വലിക്കത്തില്ല. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സാധനവും ഞാൻ വലിക്കത്തില്ല. ഞാൻ പൂർത്തി വാങ്ങിക്കത്തുമില്ല. നീയാണെങ്കിൽ ഒരു ചെറിയ ചെറുക്കൻ, ബാല ചെറിയ ചെറുക്കനാ, നിനക്ക് ഈ പറഞ്ഞ വീഡിയോ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ 18 വയസ്സിൽ താഴെയുള്ളവർക്കൊന്നും വീഡിയോ ഇട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ബാല പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്തായാലും വീഡിയോ വാങ്ങിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. ബാല എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു തൊപ്പി എടുത്തിട്ട് ബാല തൊപ്പിയും വെച്ച്, നമ്മുടെ സിനിമാ നടൻ തൊപ്പിയില്ലേ, ഓക്കെ, ഈ പറഞ്ഞ സിനിമാ നടൻ തൊപ്പി പിന്നെ ഓർത്താൽ മതി. ഒരു തൊപ്പിയും വെച്ച്, സിനിമാ നടനല്ല, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ വലിയ പ്രധാനപ്പെട്ട വ്യക്തിയായ തൊപ്പി, നിങ്ങൾക്ക് എല്ലാവർക്കും തൊപ്പിയ ഓർമ്മയാണ്. ഓക്കെ,
ഒരു തൊപ്പി വെച്ചോട്ടാണ് പോയത്. എന്തിനാന്ന് വെച്ചാൽ തൊപ്പി വെച്ചാൽ നമ്മുടെ കണ്ണ് കാണാൻ പറ്റില്ല ആണല്ലോ, കണ്ണ് കാണാൻ പറ്റില്ല. അപ്പം കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കൃത്യമായിട്ട് മനസ്സിലാവും എത്ര വയസ്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ കടക്കാരനെ പറ്റിക്കാന്ന് വെച്ചാൽ തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ച് കവറൊക്കെ ചെയ്ത് ഫേസൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോ വാങ്ങിക്കാൻ പോവാ. അതാ ഒന്നാം തരം ഗാജാ വീഡിയോ തന്നെ വാങ്ങിച്ചേക്കാന്ന് വെച്ചു. വീഡിയോ വാങ്ങിക്കാൻ പോവാ. എവിടാ പോകുന്നേ? വീഡിയോ വാങ്ങിക്കാൻ വേണ്ടി ജനറൽ സ്റ്റോറിലേക്ക് യാത്ര ചെയ്യാം. നമ്മൾ വീഡിയോ വാങ്ങിക്കാൻ വേണ്ടി ജനറൽ സ്റ്റോറിലേക്ക് പോയി. എങ്ങനെ ജനറൽ സ്റ്റോറിൽ ചെന്ന് നമ്മുടെ കടക്കാരനോട് ചോദിച്ചു, കടക്കാര ഒരു ബീഡി തരും എന്ന് പറഞ്ഞു. കടക്കാര ഒരു ബീഡി തരൂ എന്ന് പറഞ്ഞു. കടക്കാരന് കണ്ട വഴി സംശയം എന്ന് മറ്റേ തൊപ്പിയൊക്കെ കാണിച്ചോണ്ട് കടക്കാരൻ താനെ തൊപ്പി എടുത്തൊന്ന് മാറ്റി നോക്കണം, നിന്റെ കണ്ണൊന്ന് കാണട്ടെ, താനാ തൊപ്പി ഒന്ന് എടുത്ത് മാറ്റി കണ്ണൊന്ന് കാണട്ടെ എന്ന്. താനാ തൊപ്പി എടുത്ത് മാറ്റി നിന്റെ കണ്ണൊന്ന് കാണട്ടെ എന്നായി. താനാ തൊപ്പി എടുത്ത് മാറ്റി കണ്ണൊന്ന് കാണട്ടെ എന്നായി. കണ്ണ് കണ്ട വഴി കടക്കാരന് കളി മനസ്സിലായി. കടക്കാരൻ പറഞ്ഞ് നിനക്ക് എത്ര വയസ്സുണ്ട് ചെറുക്ക എന്ന് ചോദിച്ചു. മനുഷ്യൻ നൈസായിട്ട് കൈ കയറി അങ്ങ് കുടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കും, കൊച്ചു പിള്ളേർക്കൊന്നും ഇവിടെ വീഡിയോ ഇട്ടത്തില്ല എന്ന് പറഞ്ഞ് ചെക്കൻ്റെ കൈ കയറിയും കുടിച്ചു. ചെക്കൻ്റെ കൈ കയറി പിടിച്ച് കൊച്ചു പിള്ളേർക്ക് വീഡിയോ ഇട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹള്ള പടച്ചോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം ചെയ്യാൻ തുടങ്ങും. ആണല്ലോ ആണ്. ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിൽ പിങ്കി സ്പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആണോ പിങ്കി ഫിംഗർ, പിങ്കി സ്പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യും. നമ്മളങ്ങനെ അല്ലല്ലോ. നമ്മളപ്പം തന്നെ ദൈവത്തിൻ്റെ പേര് ചെക്കന് പെട്ടെന്ന് ഓർമ്മ, മധുര മീനാക്ഷി ദേവിയാണ് സത്യം, എൻ്റെ പടച്ച തമ്പുരാനെ, മധുര മീനാക്ഷി ദേവിയാണ് സത്യം. എനിക്ക് വേണ്ടിയല്ലത് വീഡിയോ വാങ്ങിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. പടച്ച തമ്പുരാനെ മണിച്ചേട്ടന് വേണ്ടിയാണ്, നമ്മുടെ മണിയാശാന് വേണ്ടിയാണ്. മണിയാശാന് വേണ്ടിയാണ് എന്ത് ഇത് ചെയ്തത്. കലാഭവൻ മണി എല്ലാവർക്കും അറിയാം ആണ്. സോ കലാഭവൻ മണിച്ചേട്ടന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വീഡിയോ വാങ്ങിക്കുന്നത്. എനിക്ക് വേണ്ടിയല്ല, സത്യമായിട്ട് എനിക്ക് വേണ്ടിയല്ല, മണിയാശാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം മധുര മീനാക്ഷി ദേവിയുടെ പേരിൽ സത്യം ചെയ്ത സമയത്ത് തന്നെ മുകളിലൊരു ഗൗളി ഉണ്ടായിരുന്നു. ഗൗളി, നിങ്ങളുടെ വീട്ടിലെല്ലാം ഗൗളിയാണ്. നോക്കി നിങ്ങളൊന്ന് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മേലോട്ട് നോക്കി ഗൗളി. എന്ത് ഗൗളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയ്യേ ഇത് പല്ലിയ സാർ, ഗൗളി അല്ലെന്ന്. പല്ലിക്ക് നമ്മൾ മറ്റൊരു പേരാണ് ഗൗളി. നിങ്ങൾ പല്ലി 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 എന്ന് പഠിച്ചാൽ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഗ്വാളിയാർ കിട്ടത്തില്ല. അതിനാണ് പല്ലിക്ക് പകരം ഞാൻ ഈ ജീവിയെ, എനിക്കും അറിയാം നമ്മൾ നാട്ടിൽ സാധാരണഗതിയിൽ പല്ലി എന്നൊക്കെ വിളിക്കുന്നത്, ഈ ജീവിയെ നമ്മൾ ഗൗളി എന്ന് വിളിച്ചത്. സത്യത്തിൽ ഇതൊരു ഗൗളി തന്നെയാണ് കേട്ടോ. ഗൗളി. ഗൗളിയുടെ അടുത്തേക്ക് നിങ്ങൾ പോയി നോക്കും, നിങ്ങളുടെ വീട്ടിലെ ഗൗളിയുടെ അടുത്തേക്ക്. ഗൗളിക്ക് ഒരു പ്രത്യേകത, ഗൗളിക്ക് ഒരു വാലുണ്ട്. നമ്മൾ ആരെങ്കിലും അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗൗളിയുടെ ടെയിൽ എന്ത് ചെയ്യും? ടെയില് ഗൗളി മുറിച്ചങ്ങിടും. ഗൗളി ടെയില് മുറിച്ചിടും ഗൗളി. അങ്ങനെ ടെയില് മുറിച്ചിട്ടാനുള്ള പ്രത്യേകത എന്താ? ടെയില് മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചുല്ലോ. അതുപോലെ നമ്മുടെ തൊപ്പിയിലേക്ക് ഈ പറയുന്ന ടെയില് മുറിച്ചിട്ടു. തൊപ്പിയിലേക്ക് ടെയില് മുറിച്ചിട്ട് ആര്? നമ്മുടെ ഗൗളി ടെയില് തൊപ്പിയിലേക്ക് മുറിച്ചിട്ടു. ടെയില് തൊപ്പിയിലേക്ക് മുറിച്ചിട്ട് വഴി കടക്കാരൻ വിചാരിച്ചു ശരിയായിരിക്കും, മധുര മീനാക്ഷി ദേവിയുടെ പേരിലൊക്കെ സത്യം ചെയ്തതല്ലേ, ഇയാൾക്ക് വേണ്ടി ആയിരിക്കില്ലല്ലേ, ഈ കൊച്ചു കൊച്ചിൽ എന്തിനായിരിക്കും, മണിക്ക് വേണ്ടി ആയിരിക്കും, മണിയാശാന് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മണിയാശാനെ എന്ത് ചെയ്യുന്നു? മണിയാശാന് വേണ്ടിയാണെന്ന് വെച്ച് ഇയാൾ വെറുതെ വിട്ട് ഓടി ചെക്കൻ. അപ്പം തന്നെ ഓട്ടോയെ വിളിച്ചിട്ട് ഫൈസൽ മൗലവിയോട്, മൗലവി നമുക്ക് ഓടാം, നമുക്ക് ബഹദൂരം യാത്ര ചെയ്യാനുള്ള നമുക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ബഹദൂരൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പം ബാല ചോദിച്ചു, മൗലവിയോട് ചോദിച്ചു, എത്ര രൂപയായി മൗലവി എന്ന് ചോദിച്ചു. അപ്പം മൗലവി പറഞ്ഞു മീറ്റർ നോക്കട്ടെ എന്ന് പറഞ്ഞു. മീറ്റർ നോക്കി 1857 രൂപയെന്ന് പറഞ്ഞു. ചക്കമ്മ 1857 രൂപയോ ഇവിടം വരെ യാത്ര ചെയ്യാനോ? ഭഗവാനെ 1857 രൂപ. അപ്പം പുള്ളി ഒന്നുകൂടി മീറ്റർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, ഖേദം പ്രകടിപ്പിക്കുന്നു, ഞാൻ അത്രയും രൂപയൊന്നും ആകത്തില്ല, ഞാൻ നിന്നോട് ഖേദം പ്രകടിപ്പിക്കുന്നു, 1857 രൂപയല്ല, മീറ്ററിൽ എന്തോ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത്. എന്തിനായിരിക്കും നമ്മൾ ഈ മീറ്ററിൽ 1857 രൂപയായി എന്നുള്ള കാര്യം പറഞ്ഞത്? 1857 രൂപയായി എന്നെന്തിനാ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഖേദം പറഞ്ഞു എന്ന് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായത് ഈ കഥയും വിഷ്വലൈസേഷൻ മെത്തേഡും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷം എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് റിവോൾട്ട് ഓഫ് 1857
ബന്ധപ്പെട്ട കഥയാണെന്ന് കിട്ടണ്ടേ. സോ റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട കഥയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് നമ്മുടെ മീറ്ററിൽ 1857 രൂപ എന്ന് പറയുന്ന പാറ്റേൺ കിട്ടിയത്. വെൽ, സോ റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട കഥയാണ് നമ്മൾ പഠിച്ചത് മുഴുവൻ. നമ്മൾ പഠിച്ച ലീഡേഴ്സ് മുഴുവൻ റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട ലീഡേഴ്സാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത്. സോ എക്സാമിനേഷന് നമ്മൾ എന്തിനാണ് ഈ കഥ ബാല ഓട്ടോയിൽ കയറിയ കഥയൊക്കെ പഠിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വെൽ, അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് എന്തിലാണ്? കഥ തുടങ്ങുന്നത് ബാലയിലാണ്. ബാലയിലാണ് പോകുന്നത്. ബാല എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? വേഗം പറ നിങ്ങൾ പറയണം. ബാല യാത്ര ചെയ്യുന്നത് ബഹദൂരമാണ് യാത്ര ചെയ്യുന്നത്. ബഹദൂരം യാത്രയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ് ബഹദൂരം യാത്ര ചെയ്യാനുണ്ട്. ബഹദൂരം യാത്ര ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാലയുടെ മുൻപിൽ എന്താണ് നിങ്ങൾ കണ്ടത്? ബഹദൂരം യാത്ര ചെയ്യാൻ തുടങ്ങിയ നമ്മുടെ ബാലയുടെ മുമ്പിൽ ഒരു റാലി കണ്ടു. നിങ്ങൾ നോക്കുക, എക്സാമിന് നമ്മളോട് ചോദിക്കും റാലി ബറേലിയിൽ വിപ്ലവം നയിച്ചത് എവിടെയാണ്? ബറേലിയിൽ വിപ്ലവം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ കണ്ണു അടച്ച ആൻസർ എഴുതിക്കോളും. ബഹദൂർ ഖാൻ. ഓപ്ഷൻ കാണും. യു ഡോണ്ട് വാണ്ട് ടു വറി എനിത്തിങ്. ഓപ്ഷൻ കാണുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സി, ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ് ബറേലിയിൽ വിപ്ലവം നയിച്ചത്. ഇതിനാണ് നമ്മുടെ ബാല ഓട്ടോയിൽ കയറി എനിക്ക് ബഹദൂരം യാത്ര ചെയ്യാനുണ്ട്, അയ്യോ റാലി വരുന്നു, ബഹദൂരം യാത്ര ചെയ്യാനുണ്ട്. സോ ബഹദൂർ ഖാൻ വിപ്ലവം നയിച്ചത് ബറേലിയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ബറേലിയിൽ വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഖാൻ ബഹദൂർ ഖാനാണ് ബറേലിയിൽ വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തി ആണല്ലോ. ബറേലിയിൽ വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഖാൻ ബഹദൂർ ഖാൻ. സെറ്റ് ഡീലാണ്. വെൽ, സോ അടുത്ത നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ നായകന്റെ പേര് ആണ്. നമ്മളുടെ നായകൻ ഒരു കൊച്ചുകുട്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ചെക്കന്റെ പേര് ബാല ആണ് എന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിയിലിരുന്ന് പരിചയപ്പെട്ടു. ആര്? നമ്മുടെ മൗലവി അഹമ്മദുള്ള പരിചയപ്പെട്ടു ബാലയാണ് എന്നുള്ളത്. ബാല ബീഗം അസ്രത്ത് മഹൽ. ബീഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണാധികാരികൾ ഉന്നത കുലത്തിൽ പറഞ്ഞ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീഗം. അവധിന്റെ ബീഗം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. സോ ബീഗം ഹസ്രത്ത് മഹൽ, ബി എന്ന് പറഞ്ഞ ബാലയുടെ ബീഗം ഹസ്രത്ത് മഹൽ. ആഗ്ര, ലക്നൗ, അവധ്. അവധിന്റെ ബീഗം. ബാലയുടെ ബാക്കി 3 അക്ഷരവും ഇവിടെ കിട്ടും. സോ ബാലയുടെ ആഗ്ര, ലക്നൗ, അവധ്. അവധിൽ വിപ്ലവം നയിച്ചത്, ലക്നൌവിൽ വിപ്ലവം നയിച്ചത്, നമ്മുടെ ആഗ്രയിൽ വിപ്ലവം നയിച്ചത്. ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. നമ്മൾ പറഞ്ഞു കഥ നടക്കുന്നത് അങ്ങ് ദൂരം ഉത്തർപ്രദേശിലാണ്, നോർത്ത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആഗ്രയില്, അവധില്, ലക്നൌവില് എല്ലാം വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹളാണ്. അവധിന്റെ ബീഗം എന്നറിയപ്പെടുന്നത് ബീഗം ഹസ്രത്ത് മഹളാണ്. അവധിന്റെ ബീഗം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്നുള്ള കാര്യം ഓർക്കുക. സോ ബീഗം ഹസ്രത്ത് മഹൽ ആണല്ലോ. നമ്മൾ അവിടെ ഓട്ടോയിലിരുന്ന് പരിചയപ്പെട്ടിരുന്നു. ആരെ? മൗലവിയെ പരിചയപ്പെട്ടു. അപ്പുറത്തെ പള്ളിയിൽ മൗലവിയാണ്. ഫൈസൽ എന്നാണ് പേര് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഫൈസൽ മൗലവി എന്നാണ് പേര്. ഫൈസൽ മൗലവി എന്നാണ്. അവ എന്തിനാണത് പഠിച്ചതെന്ന് വെച്ചാൽ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ഫൈസൽ മൗലവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേര് പഠിച്ചത്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള ഷായാണ് ആര്? ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത്. ഫൈസാബാദ് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഫൈസാബാദിന്റെ പേര് ഇപ്പോൾ മാറ്റി അയോധ്യ എന്ന് പേരുള്ളതാണ് ഫൈസാബാദ്. പക്ഷേ എക്സാമിനേഷന് റിവോൾട്ട് ഓഫ് 1857 വിപ്ലവം നയിച്ചത് ഫൈസാബാദിൽ ആണ് എന്നേ ചോദിക്കത്തുള്ളൂ. സോ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ള ഷായാണ്. നിലവിലെ സാഹചര്യത്തിൽ ഫൈസാബാദിന്റെ പേര് മാറ്റി അത് അയോധ്യയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അയോധ്യയാണ് നിലവിലെ സാഹചര്യത്തിൽ ഫൈസാബാദിന്റെ പേര് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് അവിടെ വെച്ച് അവര് ബേക്കറിയിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ബേക്കറിയിൽ വെച്ച് നമ്മൾ കണ്ടു. ആരെയാണ് കണ്ടത്? ജഗദീഷിനെയാണ്. സിനിമാ നടൻ ജഗദീഷിനെയാണ് കണ്ടത് എന്ന് പറഞ്ഞു. സിനിമാ നടൻ ജഗദീഷ് എന്ത് ചെയ്തു എന്നാ നമ്മൾ പറഞ്ഞത്? സിനിമാ നടൻ ജഗദീഷ് അയാൾ കണ്ണിറുക്കി എന്നാണ് പറഞ്ഞത് ആണല്ലോ. ഞാൻ നോക്ക്, ബീഹാർ ആണല്ലോ. ബേക്കറിയിൽ നിന്ന് ബീഹാർ കിട്ടും. ബീഹാറിൽ വിപ്ലവം നയിച്ചത് ആരായിരുന്നെന്ന് പറഞ്ഞേ? ജഗദീഷ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജഗദീഷ്പൂരിലും ബീഹാറിലും വിപ്ലവം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിറക്കി എന്നാണ് കുൻവർ സിംഗ് ആണ്
ജഗദീഷ്പൂരിൽ വിപ്ലവം നയിച്ചത്, ബീഹാറിൽ വിപ്ലവം നയിച്ചത്. അപ്പൊ ബീഹാറിൽ വിപ്ലവം നയിച്ചത്, ജഗദീഷ്പൂരിൽ വിപ്ലവം നയിച്ചത് ഇതെല്ലാം ആരാണ്? കുൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിൽ വിപ്ലവം നയിച്ചത്, ബീഹാറിൽ വിപ്ലവം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൻവർ സിംഗ് ആണ്. കുൻവർ സിംഗും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടിയാണ് വിപ്ലവം നയിച്ചത് അമർ സിംഗ് ആണല്ലോ. അമർ സിംഗ് ജഗദീഷ്പൂരിലും ഈ പറയുന്ന നമ്മളുടെ ബീഹാർ ബേക്കറിയും നമുക്ക് അവിടെ കിട്ടി. കണ്ണടച്ചു. കുൻവർ സിംഗ് അമർ സിംഗ് ഡീലാണ്. കുൻവർ സിംഗും അമർ സിംഗും. അപ്പോഴേക്കും നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മളുടെ റാലിയുടെ തിരക്കൊക്കെ കഴിഞ്ഞു ആണല്ലോ. റാലിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന പാറ്റേണിലേക്ക് അവർ പോകുകയാണ്. എങ്ങോട്ട് പോകുകയാണ്? അവർ ബഹദൂരം യാത്ര ചെയ്ത് പോകുകയാണ്. ബഹദൂരം യാത്ര ചെയ്ത് പോകാൻ നേരത്ത് ചെക്കൻ എന്ത് വേണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ചെക്കൻ ഒരു ജനറൽ സ്റ്റോറിൽ കയറി ആണല്ലോ. ജനറൽ സ്റ്റോറിൽ പോകണം എന്ന് പറഞ്ഞു. എന്തിനാ? ബീഡി മേടിക്കാൻ വേണ്ടി ജനറൽ സ്റ്റോറിൽ പോകണം എന്ന് പറഞ്ഞു. ബീഡി വാങ്ങിക്കാൻ വേണ്ടി ജനറൽ സ്റ്റോറിൽ പോകാനാണ് തീരുമാനിച്ചത് ആണല്ലോ. ബീഡി മേടിക്കാൻ വേണ്ടി ജനറൽ സ്റ്റോറിൽ കയറി ചെക്കൻ. ജനറൽ ഭക്ത് ഖാൻ, ദാ പേര് കണ്ടോ? ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ. രണ്ടും ബിയിൽ കിട്ടും, രണ്ടും ബഹദൂർ ഷാ. അപ്പൊ ഡി എന്താ? ഡൽഹിയിൽ വിപ്ലവം നയിച്ചാണ്. ഡൽഹിയിൽ വിപ്ലവം നയിച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി, മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരി, ബ്രിട്ടീഷുകാർ രംഗൂണിലേക്ക് നാട് കടത്തിയ വ്യക്തിയാണ് ബഹദൂർ ഷാ സാഫർ, അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ജനറൽ ഭക്ത് ഖാൻ അദ്ദേഹത്തിന്റെ സുപ്രീം മിലിറ്ററി കമാൻഡർ ആയിരുന്നു, ജനറൽ ഭക്ത് ഖാൻ. എക്സാമിന് ആര് ചോദിച്ചാലും, ജനറൽ ഭക്ത് ഖാൻ ചോദിച്ചാലും ബഹദൂർ ഷായെ ചോദിച്ചാലും അവിടെ നമുക്ക് കിട്ടും. ജനറൽ ഭക്ത് ഖാൻ എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സാഫർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഡൽഹിയിൽ വിപ്ലവം നയിച്ച വ്യക്തിയാണ് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സാഫറും. ബഹദൂർ ഷാ സാഫർ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നൊക്കെ അറിയപ്പെടുന്നവർ ഡൽഹിയിൽ വിപ്ലവം നയിച്ച വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പൊ ജനറൽ ഭക്ത് ഖാൻ ആണ്. എന്തൊക്കെ ഇട്ടോണ്ടാ പോയ അങ്ങോട്ട്? തൊപ്പിയും ഇട്ടോണ്ടാണ് പോയത് ആണല്ലോ. തൊപ്പി ഇട്ടോണ്ട് പോയ ആളോട് നമ്മുടെ കടക്കാരൻ എന്താ പറഞ്ഞേ? താനാ തൊപ്പി മാറ്റാൻ പറഞ്ഞു. താനാ തൊപ്പി മാറ്റാൻ പറഞ്ഞു. താനാ തൊപ്പി, താന്തിയ തൊപ്പി, നാനാ സാഹിബ്. കണ്ടോ? നാനാ സാഹിബ്. എന്ത് കാണാനാ? കണ്ണൊന്ന് കാണട്ടെ നിന്റെ. താനാ തൊപ്പി മാറ്റ്, നിന്റെ കണ്ണ് കാണട്ടെ. താനാ തൊപ്പി, താന്തിയ തൊപ്പി, നാനാ സാഹിബ്. കാൺപൂരിൽ വിപ്ലവം നയിക്കുന്ന വ്യക്തിയാണ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചാണ് താന്തിയ തോപ്പി നാനാ സാഹിബ്. നാനാ സാഹിബ് താന്തിയ തോപ്പി എന്ന് പറയുന്നത് കാൺപൂരിൽ വിപ്ലവം നയിക്കുന്ന വ്യക്തിയാണ് താന്തിയ തോപ്പിയും നാനാ സാഹിബും. അപ്പൊ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്ന് പറയുന്ന പാറ്റേൺ ആണ്. താന്തിയ തോപ്പി, നാനാ സാഹിബ് എന്ന് പറയുന്ന പാറ്റേൺ. താന്തിയ തോപ്പി, നാനാ സാഹിബ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചാണ് താനാ തൊപ്പി മാറ്റ്, താന്തിയ തോപ്പിയും നാനാ സാഹിബും. വെൽ, കണ്ണ് കാണട്ടെ എന്ന് പറഞ്ഞു ആണല്ലോ. താന്തിയ തോപ്പിയും നാനാ സാഹിബും. കണ്ണ് കണ്ടപ്പോ എന്താ വിഷയമുണ്ടായേ? കണ്ണ് കണ്ടപ്പം നമുക്ക് മനസ്സിലായി ചെക്കനധികം പ്രായമൊന്നും ആയില്ല എന്നുള്ളത്. ചെക്കനധികം പ്രായമൊന്നും ആയില്ല എന്ന് പറഞ്ഞ വഴിക്ക് ചെക്കൻ എന്ത് പറഞ്ഞു? ചെക്കൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയൊന്നും അല്ല ഇത്. മധുര ദേവി, മീനാക്ഷി ദേവിയാണ് സത്യം. മധുര മീനാക്ഷി ദേവിയാണ് സത്യം. എനിക്ക് വേണ്ടിയല്ല, മണിയാശാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു ആണല്ലോ. മധുര മീനാക്ഷി ദേവിയാണ് സത്യം, എനിക്ക് വേണ്ടിയല്ല, മണിയാശാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ദാ നോക്ക്, മധുരയിൽ വിപ്ലവം നയിച്ചത് ദേവി സിംഗ് ആണ്. മധുരയിൽ വിപ്ലവം നയിച്ചത് ദേവി സിംഗ് ആണ്. നമ്മൾ കഥയിൽ മധുര മീനാക്ഷി ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ വിപ്ലവം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ മധുര എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ മധുരയാണ് എന്നുള്ള കാര്യം ഓർക്കുക. എക്സാമിന് അങ്ങനെ ചോദിക്കില്ല, മധുര എവിടുത്തെയാണെന്നൊന്നും ചോദിക്കില്ല, മധുര എന്നേ ചോദിക്കത്തുള്ളൂ. മധുരയിൽ വിപ്ലവം നയിച്ചത് ദേവി സിംഗ് ആണ്. പക്ഷെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാണ്, ഈ മധുര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മധുരയാണ്, അല്ലാതെ തമിഴ്നാട്ടിലെ മധുരയല്ല. സത്യത്തിൽ മധുര മീനാക്ഷി ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലൊക്കെയാണ്. നമ്മൾ കഥയിൽ കൊണ്ടുവന്നതാണ്. അപ്പം മധുരയിൽ വിപ്ലവം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി സിംഗ് ആണ് വിപ്ലവം നയിച്ചത്. ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു? മണി ആശാന് വേണ്ടിയാണെന്ന് പറഞ്ഞു. മണി ആശാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. മണി ആശാൻ ആസാമിൽ വിപ്ലവം നയിച്ചത് മണി റാം പുട്ടിനാണ്. അദ്ദേഹം അവിടുത്തെ ദിവാനായിരുന്നു. മണി റാം പുട്ടിനാണ്. മണി റാം പുട്ടിൻ. മണി ആശാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. മണി ആശാന് വേണ്ടിയാണ് ഈ വിപ്ലവം നയിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു. മണി ആശാന് വേണ്ടിയാണ് ആര് ഈ പറയുന്ന വിപ്ലവം നയിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു. മണി റാം പുട്ടിൻ ആസാമിൽ വിപ്ലവം നയിച്ചത്. മണി ആശാൻ എന്ന് നമുക്ക് ഇവിടെ കിട്ടും ആണല്ലോ. അപ്പം മധുര മീനാക്ഷി ദേവിയാണ് സത്യം എന്ന് പറഞ്ഞ സമയത്ത് ആരോ ഒന്ന് ചെലച്ചെന്ന് പറഞ്ഞല്ലോ മേളില്. ആരാ ചെലച്ചത്? പല്ലിയാണോ?
പല്ലിയല്ല, ഞാൻ പറഞ്ഞു ഗവളിയാണ് എന്ന് പറഞ്ഞു. ഗവളി ചലിച്ചിട്ട് തൊപ്പിയിലേക്ക് എന്തിട്ടു? ടെയിലിട്ടു ആണല്ലോ. തൊപ്പിയിലേക്ക് ഗവളി ചലിച്ച് തൊപ്പിയിലേക്ക് ടെയിലിട്ടു. ടെയിൽ നോക്ക്, തൊപ്പി ഗവളി എന്നൊക്കെ പറഞ്ഞ പാറ്റേൺ നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഗവളിയാറിൽ വിപ്ലവം നയിച്ചത് താന്തിയ തൊപ്പി. താന്തിയ തൊപ്പി തൊപ്പിയിലേക്കല്ലേ ആണ് ടെയിലിന്റെ എല്ല് അവസാനിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ പെങ്കുച്ചിനെ റാണി ലക്ഷ്മിബായി. കുതിരപ്പുറത്ത് ഒക്കത്തൊരു കൊച്ചുക്കായിട്ട് വിപ്ലവം നയിക്കാൻ വന്ന വ്യക്തിയാണ് റാണി ലക്ഷ്മിബായി. ഝാൻസിയുടെ റാണി എന്നറിയപ്പെടുന്നതും റാണി ലക്ഷ്മിബായി തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. മണികർണിക എന്ന് പേരുള്ള പെങ്കൊച്ചാണ് റാണി ലക്ഷ്മിബായി. അപ്പൊ റാണി ലക്ഷ്മിബായി വിപ്ലവം നയിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗവളിയെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ പല്ലിക്ക് വരും ഗവളി എടുത്തതിനാ. ഗവളിയാറിൽ വിപ്ലവം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിബായി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. റാണി ലക്ഷ്മിബായി ആണ് ഗവളിയാറിൽ വിപ്ലവം നയിച്ചത്. ലക്ഷ്മിബായി മാത്രമാണോ? അല്ല, ലക്ഷ്മിബായിയുടെ കൂടെ താന്തിയ തൊപ്പിയും കൂടി ഉണ്ടായിരുന്നു. സോ താനാ തൊപ്പി എടുത്ത് മാറ്റ് എന്നുള്ള പാറ്റേണിൽ നിന്ന് നമ്മൾ താന്തിയ തൊപ്പി ഒപ്പം വിപ്ലവം നയിച്ച രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾ പറ. താനാ തൊപ്പി, താന്തിയ തൊപ്പി, നാനാ സാഹിബ് ആണല്ലോ. സോ എന്ത് കാണാൻ വേണ്ടിയാണ്? കണ്ണ് കാണാൻ വേണ്ടിയാണ്. അപ്പൊ കാൺപൂരിൽ വിപ്ലവം നയിച്ചത് ഈ വ്യക്തി തന്നെയാണ്. ഇനി ഗവളിയാറിൽ വിപ്ലവം നയിച്ചതും ആരാണ്? താന്തിയ തൊപ്പി തന്നെയാണ്. റാണി ലക്ഷ്മിബായിയുടെ കൂടെ ആണ് വിപ്ലവം നയിച്ചത്. സോ റാണി ലക്ഷ്മിബായി ഝാൻസിയുടെ റാണിയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഝാൻസിയിൽ വിപ്ലവം നയിച്ച ആരാണ്? ഝാൻസിയിൽ വിപ്ലവം നയിച്ചതും ഝാൻസി റാണി തന്നെയല്ലേ. ഝാൻസി റാണി എന്ന പേരുള്ള വ്യക്തിയാണ് റാണി ലക്ഷ്മിബായി. അപ്പൊ റാണി ലക്ഷ്മിബായി ഝാൻസിയിൽ വിപ്ലവം നയിച്ചു. താന്തിയ തൊപ്പിയും ഝാൻസിയും പാറ്റേണിൽ കണക്ട് ചെയ്ത് നമുക്ക് അവിടെ കിട്ടും. വെൽ, അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന വ്യക്തി, ഈ പാവം പിടിച്ച കടക്കാരൻ സത്യമായിരിക്കും എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ട് ഇവര് നേരെ യാത്ര തിരിച്ച് അവിടെ ചെന്നു. ആണ് മീറ്ററിൽ 1857 രൂപ ആയി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫൈസൽ മൗലവി ഖേദം പ്രകടിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 1850 മീററ്റിൽ വിപ്ലവം നയിച്ചത് കേതം സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. മീററ്റിൽ വിപ്ലവം നയിച്ചത് കേതം സിംഗ് ആണ്. അതിനാണ് അയാൾ ഖേദം പ്രകടിപ്പിച്ചത്. സോ കേതം സിംഗ് ആണ് മീററ്റിൽ വിപ്ലവം നയിച്ചത്. അപ്പൊ 1857 രൂപയായി എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? ഇതെല്ലാം റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട കഥയാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട് നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കുന്ന ചോദ്യ പാറ്റേണുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ റിവോൾട്ട് ഓഫ് 1857 കഥയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ കഥ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. കാരണം കഥയുടെ പാറ്റേണിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന കണക്ഷൻസ് കിട്ടുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറ, ഞാനൊരു ചോദ്യം ചോദിക്കാം, വാട്ട് മേ ബി ദ ആൻസർ എന്നുള്ള കാര്യം വേഗം നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അതായത് നമ്മളെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതാണ്: ആസാമിൽ വിപ്ലവം നയിച്ചത് ആരാണ് എന്നുള്ളത്. ആസാമിൽ വിപ്ലവം നയിച്ചത് മണിറാം പുട്ടിനാണ്. സോ മണിറാം പുട്ടിനാണ് ആസാമിൽ വിപ്ലവം നയിച്ചത്. എങ്ങനെ കിട്ടി? മണിയാശാൻ എന്നൊരു നമ്മൾ കലാപമണി പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തതാണ്. സോ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ദാ വരുന്നു. അവധിന്റെ ബീഗം എന്ന് അറിയപ്പെടുന്ന ആരാണ്? ഹൂ ഈസ് നോൺ ഓഫ് ബീഗം ഓഫ് അവധ്? ഹൂ ഈസ് നോൺ ആസ് ബീഗം ഓഫ് അവധ്? അവധിന്റെ ബീഗം എന്നറിയപ്പെടുന്നത് ആരാണ്? അവധിന്റെ ബീഗം. വേഗം ആൻസർ ചെയ്തോളൂ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ഓപ്ഷൻസ് there. So do study this visualization method. That's all. Thank you. Bye.